ഹൃദയതാളം. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. രാവിലെ ആയപ്പോൾ ഫോണിന്റെ ചാർജ് തീരാറായി. മുറിയിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. ചാമേലി തന്റെ അവസ്ഥയിൽ വല്ലാതെ സങ്കടപ്പെട്ടു. വീട്ടിലേക്ക് പോവാൻ സാധിക്കാത്തതിൽ അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി. സ്വന്തം അപ്പൻ തന്നെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന വീട്ടിലേക്ക് എങ്ങനെ പോകും? അമ്മ വീട്ടിൽ പോയാൽ ആന്റിയുടെ കുത്തുവാക്കുകൾ, അയൽവക്കത്ത് മുഴുവൻ തന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയും. താൻ ചെല്ലുമ്പോൾ അവരുടെ സഹതാപ പ്രകടനങ്ങൾ. വയ്യ, അതിലും ഭേദം ഇവിടെ കിടന്ന് മരിക്കുന്നതാ. മനസ്സിലെവിടെയോ ബെന്നുണ്ടായിരുന്നു. അവന്റെ സംസാരം, നിഷ്കളങ്കത എല്ലാം അവളുടെ മനസ്സിലേക്ക് തികട്ടി വന്നു. ഇതുപോലത്തെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള വെളിച്ചം. ശരിക്കും അതായിരുന്നു ബെൻ. മുറിയിലേക്ക് വെള്ളം കൂടിക്കൂടി വരുന്നു. ജലനിരപ്പ് ഉയരുകയാണല്ലോ കൃഷ്ണ. നീ ഒരു വഴി കാണിച്ചു തരില്ലേ? അതോ ഞാൻ ഇവിടെ തീരണമെന്നാണോ നിന്റെ തീരുമാനം? ദുരിതാശ്വാസ ക്യാമ്പിൽ പോയിരുന്നുവെങ്കിലും അവിടെയുള്ള ആരുടെയും ഫോൺ നമ്പർ അറിയില്ല. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. 1-2 തവണ അവൾ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. അത്രയും വെള്ളത്തിലൂടെ നടന്നു പോകുവാൻ സാധിക്കില്ല. ഫോണും ചാർജറും എടുത്തുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് പോയി. കരണ്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി വരുമെന്നും പ്രതീക്ഷയുമില്ല. വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യ. കറണ്ടില്ലാത്തത് കൊണ്ട് ഒരു കോഫി പോലും ഉണ്ടാക്കാനും കഴിയുന്നില്ല. വൈകുന്നേരമായപ്പോൾ മുകളിലേക്കുള്ള സ്റ്റെപ്പിന്റെ പാതി ഭാഗവും വെള്ളത്തിലായി. എന്റെ കൃഷ്ണ, പെട്ടല്ലോ ഞാൻ. നിനക്കറിയാലോ, അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. മറ്റാർക്കും അറിയില്ലെങ്കിലും എൻ്റെ മനസ്സ് നിനക്കറിയാമല്ലോ. അപ്പോഴാണ് ഫോണിൽ ബെന്നിന്റെ കോൾ വന്നത്. ചമേലി, നീ എവിടെയാ? എപ്പോൾ മുതൽ ഞാൻ വിളിക്കുന്നു, കണക്റ്റ് ആവുന്നില്ല. നീ അവിടുന്ന് പോയല്ലോ അല്ലേ? ബെൻ, ഞാനിവിടെ. അത്രയും പറഞ്ഞപ്പോൾ കോൾ കട്ടായി. ഓരോ പടിയും മുങ്ങുന്നതിനനുസരിച്ച് ചമേലി മുകളിലേക്ക് കയറി. മുകളിൽ നിന്ന് അവൾ പുറത്തേക്ക് നോക്കി. നേരം രാത്രിയാവുന്നു. താൻ ഇവിടെ കിടന്ന് മരിക്കുമെന്നത് ഏകദേശം ഉറപ്പായി. മണിക്കൂറുകൾ കടന്നുപോയി. ചമേലി മരണത്തെ സ്വപ്നം കണ്ടു തുടങ്ങി. അല്ലെങ്കിലും താൻ എന്തിനു വേണ്ടി ജീവിക്കണം? ആർക്കു വേണ്ടി ജീവിക്കണം? വീണ്ടും ഫോൺ റിങ് ചെയ്തു. ബെന്നാണ്. എന്തിനാ വെറുതെ അവനെ വിഷമിപ്പിക്കുന്നത്? അവിടെ ഇരുന്നു കൊണ്ട് വിഷമിക്കാനല്ലാതെ എന്തു പ്രയോജനം? കൃഷ്ണ, അവൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അവൻ്റെ സ്വപ്നങ്ങളെല്ലാം നടക്കണം. പറ്റില്ലേ? എന്തായാലും ഞാനങ്ങ് പോരുമല്ലേ. പകരം അവനൊരു നല്ല ലൈഫ് കൊടുക്കൂട്ടോ. ഇരുട്ടിന് കരം വെച്ച് തുടങ്ങി. അവൾക്ക് ശരിക്കും ഇരുട്ടിനെ ഭയമായിരുന്നു. ഇപ്പോഴും ആ ഭയത്തിൻ്റെ അംശം അവളിലുണ്ട്. അവളുടെ ചിന്തകൾ കുറച്ചു പിന്നിലേക്ക് പോയി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. സന്തോഷിക്കാൻ യാതൊന്നുമില്ലാത്തതുകൊണ്ട് ഏത് സമയത്തും മുഖം കടന്നൽ കുത്തിയതുപോലെ. ആ സമയത്താണ് അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ അവിടെയുള്ള കുറെ മനുഷ്യരുമായി ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അമ്മയുടെ അനിയത്തിയുടെ നിർബന്ധം കാരണം തന്നെയും കൂട്ടി ടൂർ പോകാൻ അമ്മ തീരുമാനിച്ചു. കന്യാകുമാരിയിൽ ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. ചേട്ടായിക്ക് മുറി കിട്ടിയില്ല എന്ന് പറഞ്ഞ് രാത്രി തങ്ങളുടെ മുറിയിലേക്ക് വന്നു. 3 പേരും ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ എപ്പോഴോ കാലിലൂടെ ഒരു കൈ മുകളിലേക്ക് കയറി വരുന്നത് പോലെ തോന്നി. തൻ്റെ ശ്വാസം നിലച്ചതുപോലെയായിരുന്നു. കൈ മുട്ടുവരെ എത്തിയപ്പോൾ അടുത്തു കിടന്ന അമ്മയെ താൻ അമർത്തി നുള്ളി. അമ്മ ചാടി എഴുന്നേറ്റു. ചേട്ടായി വേഗം ഉറങ്ങിയ പോലെ കിടന്നു. അന്നു മുതൽ ഇരുട്ടിനെ പേടിയാണ്. അപ്പോഴാണ് ആരുടെയോ സംസാരം ചമേലി കേട്ടത്. അവൾ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കി. ചമേലി, ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ വന്നതാണ്. നീ ഇവിടെ ഉണ്ടോ? ബെൻ എന്നൊരാൾ പറഞ്ഞു ഇവിടെ ഒരാൾ കുടുങ്ങിയെന്ന്. ചമേലി, കേൾക്കുന്നുണ്ടോ? ആരോ വിളിച്ചു ചോദിക്കുന്നത് കേട്ട് അവൾ പ്രതീക്ഷയോടെ കൈകൾ ഉയർത്തി. വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ചമേലിക്ക് സന്തോഷം കൊണ്ട് ശബ്ദം പുറത്തേക്ക് വന്നില്ല. എങ്കിലും അവൾ അലറി വിളിക്കാൻ ശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നു. ഞാൻ ഇവിടെ. അവളുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആരോ ടോർച്ച് അടിച്ചു. അപ്പോഴാണ്
അവർ ചമേലിയെ കണ്ടത്. അവളെ കണ്ടപ്പോൾ അവർക്ക് പാവം തോന്നി. ഭയം കൊണ്ട് മുഖമാകെ വിളറിയിരിക്കുന്നു. അഴിഞ്ഞുലഞ്ഞ മുടി. അവൾ ക്ഷീണിതയായിരുന്നു. അവർ ബോട്ടിലായിരുന്നു വന്നത്. പെട്ടെന്ന് അവിടെ പ്രകാശം പരന്നു. അവൾ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി. അപ്പോഴാണ് അത് പട്ടാളക്കാരാണ് എന്നവൾക്ക് മനസ്സിലായത്. പാവം ബെൻ, അവൾ മനസ്സിലോർത്തു. പിന്നീടുള്ള അവരുടെ നീക്കങ്ങൾ പെട്ടെന്നായിരുന്നു. വീടിന്റെ മുകളിലേക്ക് വടം പോലെ എന്തോ ഒന്ന് വീഴുന്നത് അവൾ കണ്ടു. അതിലൂടെ ഒരാൾ മുകളിലേക്ക് പിടിച്ചു കയറുന്നു. അദ്ദേഹം മുകളിൽ വന്നതിന് ശേഷം അടുത്തയാളും വന്നു. അവർ രണ്ടുപേരും കൂടി ചമേലിയെ പതിയെ താഴേക്കിറക്കി. അവൾ അപ്പോഴും കരയുന്നുണ്ടായിരുന്നു. അവൾ ബോട്ടിന്റെ ഉള്ളിലിരുന്നു. ഒരാൾ അവൾക്ക് വെള്ളം കൊടുത്തു. വേറെ ആരെങ്കിലും ഉണ്ടോ അകത്ത്? ഇല്ല, ആരുമില്ല. എന്നാലും കുട്ടി തനി എങ്ങനെയാണ് ഇവിടെ പെട്ടത്? ഞങ്ങൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് ഇവിടെ വന്നത്. വെള്ളം പൊങ്ങുന്നതിന് മുമ്പ് കുട്ടിക്ക് വീട്ടിൽ പോകാറുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ കുട്ടിയെ തനിയാക്കിയിട്ട് എങ്ങനെയാണ് എല്ലാവരും പോയത്? അവര് എന്നോട് പോകാൻ പറഞ്ഞിരുന്നു. ഞാൻ ദുരിതാശ്വാസ ക്യാമ്പിൽ സഹായത്തിന് പോയതാണ്. ഇന്നലെ വൈകുന്നേരമാണ് മടങ്ങി വന്നത്. രാവിലെ പോകാമെന്ന് കരുതിയപ്പോൾ രാത്രിയിൽ വെള്ളം പൊങ്ങി. ഇന്നലെ രാത്രിയും ഇന്ന് ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയി. ഫോണിൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ലല്ലേ? ഞങ്ങൾ തൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് തന്നെ ആക്കുകയാണ്. വെള്ളം ഇറങ്ങുന്നത് വരെ അവിടെ നിന്നാൽ മതി. ഒരുപാട് നന്ദിയുണ്ട് സാറേ. ഇങ്ങനെ ജീവനോടെ വരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുട്ടി അങ്ങനെയൊന്നും കരുതണ്ട. ഇതുപോലുള്ള അവസരത്തിൽ ദൈവം ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തേക്ക് അയക്കും. അവരിലൂടെയാണ് ദൈവം നമ്മെ രക്ഷിക്കുക. അല്ലാതെ ദൈവത്തിന് നേരിട്ട് വരാൻ സാധിക്കില്ലല്ലോ. എൻ്റെ കൃഷ്ണ, എല്ലാം നിന്റെ ലീല. അവളെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിച്ചു. അതൊരു സ്കൂളായിരുന്നു. 2 ബെഞ്ചുകൾ അടുപ്പിച്ചിട്ട് അവൾ അതിലൊരു തോർത്ത് വിരിച്ചു. അവിടെ നിന്ന് ഒരു കവർ അവൾക്കും കിട്ടിയിരുന്നു. അതിൽ തോർത്ത്, സോപ്പ്, പേസ്റ്റ്, ബ്രഷ് എല്ലാം ഉണ്ടായിരുന്നു. അവൾക്ക് ഏകദേശം പാകമാകുന്ന ഒരു ചുരിദാറുമുണ്ട്. നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു. ചൂടോ തണുപ്പോ ഒന്നും തന്നെ അവൾക്ക് വിഷയമായി തോന്നിയില്ല. കാരണം അതിന് മുകളിലായിരുന്നു അവളുടെ ക്ഷീണം. അതുകൊണ്ട് തന്നെ കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി. അവർ നിർബന്ധിച്ചപ്പോൾ ഒരു കഷ്ണം ബ്രെഡ് കഴിച്ചിരുന്നു. ആരോ ഒരാൾ അവൾക്കൊരു ഗ്ലാസ് കോഫിയും കൊടുത്തു. അതുള്ളിൽ ചെന്നപ്പോൾ തന്നെ അവൾക്ക് അല്പം ആശ്വാസം തോന്നി. കിടന്നതറിയാതെ തന്നെ അവൾ ഉറങ്ങിപ്പോയി. അങ്ങനെ അവളും ദുരിതാശ്വാസ ക്യാമ്പിലെ അന്തേവാസികളിൽ ഒരാളായി മാറി. മഴ വീണ്ടും തുടരുകയാണ്. വെള്ളമിറങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. പിന്നെയും 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴാണ് മഴ ഒന്ന് ശമിച്ചത്. വെള്ളമിറങ്ങി തുടങ്ങി. പക്ഷേ വീടുകൾ താമസയോഗ്യമായിരുന്നില്ല. വീടുകൾക്കുള്ളിൽ ചെളി പുരണ്ട് കിടക്കുകയാണ്. കൂടാതെ പാമ്പും പഴുതാരയും എല്ലാം ഉണ്ട്. വഴിയിലൂടെ ഇറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ആർക്കും വീടുകളിലേക്ക് മടങ്ങാൻ സാധിച്ചില്ല. ചമേലി അവിടുത്തെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഓരോന്നും നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട്. ഇട്ടിരിക്കുന്ന ചുരിദാർ വലുതായതുകൊണ്ട് അവൾക്ക് ആകെ അസ്വസ്ഥതയുണ്ടായിരുന്നു. ഇറക്കം കൂടുതലാണ്. പാൻസ് ഉപ്പൂറ്റി മൂടി താഴേക്ക് ഇറങ്ങി വരുന്നു. ഓരോ ജോലികൾ ചെയ്യുന്നതിനിടയിൽ യാന്ത്രികമായി അവൾ അത് വലിച്ചു കയറ്റുന്നുണ്ട്. 3-ാമത്തെ ദിവസം ക്യാമ്പിലേക്ക് ഒരു വണ്ടി വന്നു. അതിൽ അവിടെ ഉള്ളവർക്കുള്ള സാധനങ്ങളായിരുന്നു. ആ സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കാനായി എല്ലാവരും ഓടി വന്നു. കൂടെ ചമേലിയും. വണ്ടിക്കുള്ളിലുണ്ടായിരുന്ന ഒരാൾ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ ആദ്യമായിട്ടാണ് അവളെ നേരിൽ കാണുന്നത്. നേരിൽ കാണേണ്ട എന്നായിരുന്നു അവൾ പറഞ്ഞിരുന്നത്. അവൾ പറഞ്ഞിട്ട് മാത്രമേ തമ്മിൽ കാണാവൂ എന്ന്. ആ ഒരൊറ്റ രാത്രി കൊണ്ട് എത്രയോ വർഷങ്ങളായി അടുപ്പമുള്ളതുപോലെ. അവൻ മാസ്കും തൊപ്പിയും ധരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവനാണ് ആ സാധനങ്ങൾ സ്പോൺസർ ചെയ്തത് എന്ന് അവർക്കറിയില്ലായിരുന്നു. അവനും അവരുടെ കൂടെ കൂടി സാധനങ്ങൾ എടുത്തു വെച്ചു. ആദ്യം അവളെ കാണാമെന്ന് വിചാരിച്ചുവെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൾ തന്നെ കാണുമ്പോൾ അവൾ ഒട്ടും കംഫർട്ട് ആയിരിക്കില്ല എന്നവന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ അവൻ തിരിച്ചുപോയി. അവൻ നാട്ടിൽ വന്ന വിവരം ചമേലി അറിഞ്ഞതുമില്ല. കാരണം അവളുടെ ഫോൺ ഓഫായിരുന്നു. അന്ന് രാവിലെയാണ് കറണ്ട് വന്നത്.
വന്നപ്പോഴേ ഓരോരുത്തരായി ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും തിരക്ക് കഴിയട്ടെ എന്നവൾ വിചാരിച്ചു. അന്ന് രാത്രിയിലാണ് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റിയത്. ഫോണിൽ ചാർജ് ആയതിനു ശേഷം അവൾ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തു. ആദ്യം ബെന്നിന്റെ മെസ്സേജ് ഉണ്ടോ എന്നാണ് നോക്കിയത്. അവന്റെ കുറെ മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ടായിരുന്നു. ചമേലി അവന്റെ മെസ്സേജുകൾ ഓരോന്നായി വായിക്കുകയായിരുന്നു. അപ്പോഴാണ് അത്യാവശ്യമായി നാട്ടിലേക്ക് വരേണ്ട കാര്യം അവൻ എഴുതിയിരിക്കുന്നത് കണ്ടത്. നാട്ടിലെത്തിയതിനു ശേഷം അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവൻ നാട്ടിലെത്തി എന്നറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. തൻ്റെ അടുത്ത് കൂടെ ഒരാളുണ്ട് എന്നൊരു ഫീൽ. പെട്ടെന്ന് തന്നെ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ മെസ്സേജ് അയച്ചു. താൻ ദുരിതാശ്വാസ ക്യാമ്പിലാണ് എന്നും പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവന്റെ മറുപടി വന്നത്. അവൾ ഇടയ്ക്കിടെ ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നു. അവൻ ഓൺലൈനിൽ വരുമ്പോൾ തന്നെ അടിവയറ്റിൽ ഒരാളലാണ്. അവൾ വേഗം അവന്റെ മെസ്സേജുകൾ വായിച്ചു. ഡാ, നമുക്ക് കാണണം. തിരിച്ചു പോകും മുമ്പ് എനിക്ക് കണ്ടേ പറ്റൂ. ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് പറയാം. നീ ടെൻഷനൊന്നും ആവേണ്ട. നമ്മൾ കാണുന്നു. അത് വായിച്ചപ്പോൾ അവൾക്ക് എന്തോ ഒരു ഫീലായിരുന്നു. ആദ്യം കാണുമ്പോൾ താൻ എന്തായിരിക്കും ചെയ്യുക? തനിക്ക് അവനോട് സംസാരിക്കാൻ കഴിയുമോ? പരിചയപ്പെട്ടിട്ട് ഇത്ര ദിവസമേ ആയുള്ളൂ. പക്ഷേ വർഷങ്ങളായി പരിചയമുള്ളതുപോലെയാണ്. വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ഹൃദയത്തിലേക്ക് അവൻ കയറിയിരിക്കുന്നു. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ച് അവനെ എങ്ങനെ കാണും? ഒരു നല്ല ചുരിദാർ പോലും കയ്യിലില്ല. അവൾക്ക് വല്ലാതെ പരവേശം തോന്നി. അവൻ കൂടെയുള്ളപ്പോൾ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു സന്തോഷമാണ്. ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും അവൾ ചിന്തിച്ചില്ല. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഹോസ്റ്റലിലേക്ക് പോകുവാൻ സാധിച്ചു. ജീവിതം പഴയതുപോലെ ആകാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലും ചെളിക്കുഴികൾ ഉണ്ടായിരുന്നു. അന്ന് രാത്രിയാണ് ഇന്നേ ദിവസം കാണണമെന്ന് പറഞ്ഞ് ബെന്നിന്റെ മെസ്സേജുകൾ അവൾക്ക് വന്നത്. ഒരാഴ്ച കൂടി ക്ലാസ് ഉണ്ടായിരുന്നില്ല. 2 ആഴ്ച കഴിയുമ്പോഴാണ് എക്സാം തുടങ്ങുന്നത്. അങ്ങനെ ജീവിതത്തിന്റെ പഠന കാലഘട്ടം തൽക്കാലത്തേക്ക് അവസാനിക്കുകയാണ്. കുറച്ചു കാലം ആരുടെയെങ്കിലും കൂടെ ജൂനിയറായി നിൽക്കണം. അതിനുള്ള ആളെയും അവൾ കണ്ടുവച്ചിരുന്നു. ആദ്യം എക്സാം പാസ്സാവണം. ആദ്യ ചാൻസിൽ തന്നെ എല്ലാം കിട്ടുമെന്നാണ് പ്രതീക്ഷ. കാരണം വെറുതെ കളയാനായി അവളുടെ കയ്യിൽ സമയമില്ല. എങ്ങനെയെങ്കിലും ജോലി കിട്ടിയേ മതിയാവൂ. അന്ന് രാത്രിയിൽ കിടന്നിട്ട് അവൾക്ക് ഉറക്കം വന്നില്ല. കാരണം പിറ്റേ ദിവസം ബെൻ വരും. ജോലി ചെയ്യുമ്പോൾ പതിവില്ലാതെ അവളുടെ ശ്രദ്ധ തെറ്റാൻ തുടങ്ങി. ഇടയ്ക്ക് മുഖത്ത് അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വരും. അവൻ ഫോട്ടോയിൽ കണ്ടതുപോലെ ആയിരിക്കുമോ നേരിൽ കാണാൻ? തന്നെ കാണുമ്പോൾ അവൻ ഇഷ്ടമാകുമോ? അതോ തന്നോട് വെറുപ്പായിരിക്കുമോ? സ്നേഹിച്ചിട്ട് തന്നെ പറ്റിച്ചിട്ട് പോകുമോ? പലവിധ ചിന്തകൾ അവളുടെ മനസ്സിനെ പിടിമുറുക്കി. അടുത്ത മുറിയിൽ നിന്ന് ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. സമയം 11 മണിയായിരിക്കുന്നു. ഇവരൊക്കെ എന്തായിരിക്കും ഉറങ്ങാത്തത്? ഇവർക്കും തന്നെ പോലെ ഒരു പ്രണയം ഉണ്ടായിരിക്കുമോ? ചില റൂമിൽ ആളുകൾ എത്തിയിരുന്നില്ല. കുറച്ചു നേരം പുറത്തു ചെന്ന് അവൾ അമ്പിളി അമ്മാവനെ നോക്കി നിന്നു. പണ്ട് മുതലുള്ള ശീലമാണ് പുറത്തേക്ക് നോക്കി അമ്പിളി അമ്മാവനോട് സംസാരിക്കുന്നത്. അവളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം അവൾ അവിടെയാണ് പങ്കുവെക്കുന്നത്. ഉറക്കം വരാൻ തുടങ്ങിയപ്പോഴാണ് മുറിയിലേക്ക് പോയത്. സമയം ഒരുപാട് വൈകിയിരുന്നു. അലാറം വെച്ചിട്ടാണ് ഉറങ്ങിയത്. ബെൻ പറഞ്ഞ സ്ഥലം 1 കിലോമീറ്റർ അകലെയായിരുന്നു. ഒരു പിങ്ക് നിറത്തിലുള്ള ചുരിദാറാണ് അവൾ ധരിച്ചിരുന്നത്. ഓരോന്നും മാറി മാറി ഇട്ട് നോക്കുകയായിരുന്നു. ഒടുവിൽ ഇതാണ് അല്പമെങ്കിലും ഇഷ്ടപ്പെട്ടത്. എത്ര ഒരുങ്ങിയിട്ടും ഒരു തൃപ്തി വരുന്നില്ല. അവന് തന്നെ ഇഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു ഉള്ളിൽ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ എന്നേക്കുമായി തന്നെ വിട്ടുപോകും. അത് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. കാരണം അവനെ അത്രമാത്രം താൻ പ്രണയിച്ചു പോയി. അവൻ ആരാണെന്നോ എന്താണെന്നോ നേരിൽ കാണാൻ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. എങ്ങനെയായാലും താൻ അവനെ വിട്ടിട്ട് പോകില്ല. ആരായാലും എന്തായാലും സ്ഥലം എത്തിട്ടോ. ഓട്ടോക്കാരന്റെ വാക്കുകളാണ് അവളെ ചിന്തയിൽ നിന്നുണർത്തിയത്. അവൾ വേഗം ഓട്ടോയിൽ നിന്നിറങ്ങി. എത്രയാ ചേട്ടാ? 40. അവൾ 50 രൂപ അദ്ദേഹത്തിന് നേരെ നീട്ടി. അയാൾ ബാക്കി
10 രൂപ എടുത്ത് അവൾക്ക് കൊടുത്തു. അവിടെ ജംഗ്ഷനിൽ നിന്ന് അല്പം മാറി ഇടത്തുവശത്തായി ഉണ്ടായിരുന്ന ആൽമരത്തിന്റെ ചുവട്ടിൽ ബെൻ ഉണ്ടായിരുന്നു. അവൻ അവളെ കണ്ടുകൊണ്ട് കൈകൾ ഉയർത്തി താൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. പ്രളയത്തിന്റെ ആഘാതം തളർത്തിയെങ്കിലും പ്രണയം തിളങ്ങുന്ന കണ്ണുകളുമായി അവർ പരസ്പരം നോക്കി.